ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു എ-ലൈൻ കട്ട് കുർത്തിയാണ്. ജാക്കറ്റിൻ്റെ ഉള്ളിലിടുന്ന സ്ലീവ്ലെസ് ടൈപ്പ് എ-ലൈൻ കുർത്തി എങ്ങനെ തയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 മീറ്ററിൻ്റെ ജോർജറ്റ് ഫാബ്രിക്കും ലൈനിങ് ആയിട്ട് ക്രേപ്പ് ഫാബ്രിക് 2 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വീതി വരുന്നത് 60 ഇഞ്ചാണ്. മീറ്റർ എടുത്തത് 1.5 മീറ്ററാണ്. അപ്പോൾ 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ ഇഞ്ചിലേക്ക് വരുമ്പോൾ അത് 59 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് താഴെ ഫ്രില്ലാക്കി വയ്ക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു തുണീനെ ഞാൻ രണ്ടാക്കി ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഇതുപോലെ നീളത്തിൽ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ടേപ്പിൽ ശ്രദ്ധിച്ചറിയാം, 1.5 മീറ്റർ എന്ന് പറയുന്നത് 59 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയ ശേഷം ഇതുപോലെ 4 ലെയറിലായിട്ട് നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എ-ലൈൻ കുർത്തിയുടെ ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. അത് മാർക്ക് ചെയ്യാം. അതിൽ നിന്ന് ഫ്രില്ല് നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 41 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടുന്ന തുണി ഫ്രില്ലായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇറക്കം കുറഞ്ഞ് കൂടുതൽ ഫ്രില്ല് നീളത്തിൽ വേണമെങ്കിൽ അതനുസരിച്ച് ഇറക്കം കുറച്ചിട്ട് ഫ്രില്ലിൻ്റെ ഇറക്കം കൂട്ടാം. ഇനി ഇത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ വന്ന തുണിയുടെ നീളം കണ്ടല്ലോ, 17 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മടങ്ങിയ ഭാഗത്തു നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി വരുന്നത്. ഈ ഒരു ഭാഗം ഓപ്പണിംഗ് സൈഡാണ്. 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. സാധാരണ യൂനെക്കാണ് കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ കൈക്കുഴീൻ്റെ ഇറക്കം കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. മുകളിൽ എത്രയാണ് മാർക്ക് ചെയ്തത് അത് തന്നെയാണ് കൈക്കുഴിക്ക് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അത് നീട്ടി ഇതുപോലെ വരച്ചിട്ട് ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. കൈക്കുഴിക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് അതിൻ്റെ 4/1 എടുക്കേണ്ടത്. ഇനി ഇവിടുത്തെ ഒരു ഷേപ്പാണ്. ഞാൻ ഒരു 14 ഇഞ്ചിൽ നമുക്കവിടെ കുർത്തിക്ക് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യണത് എ-ലൈൻ മോഡലിലാണ്. ഇവിടെ ഒരു 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. ഇനി മുകളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് ഒരു 19 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. അവിടെയാണ് നമ്മൾ എ-ലൈനിന് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുർത്തി തയ്ക്കുമ്പോൾ സ്ലിറ്റിന് വേണ്ടിയാണ് നമ്മളവിടെ മാർക്ക് ചെയ്യാറ്. 21 ഇഞ്ചിലേക്ക് ആയിരിക്കും സ്ലിറ്റിൻ്റെ വീതി മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 19 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത്ത്. ഇനി ഇവിടുത്തെ വണ്ണം ഞാനൊരു 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 പോയിൻറ്റ്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ആ സ്ലിറ്റ് കൊടുക്കുന്നത് നമ്മൾ എവിടെ നിന്നാണോ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ആ എ-ലൈൻ കുർത്തി ഇട്ടാൽ ഭംഗിയുണ്ടാവും. ഇനി അതിനുള്ള തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൂടുതലെടുത്തിട്ട് മാർക്ക് ചെയ്തു. ഇനി താഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ലെങ്ത്ത് എന്നുള്ളത്. അവിടേക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് ടേപ്പ് വെച്ചിട്ട് അറ്റം വരെ ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തയ്യൽ തുമ്പ് അടുക്കാണ് കേട്ടോ നമ്മൾ വരയ്ക്കണത്. ഇനി താഴേക്ക് നമ്മൾ വേറെ ഷേപ്പൊന്നും കൊടുക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമുക്ക് കൈക്കുഴിയും ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് ഇതിന് ശേഷമാണ് കട്ട് ചെയ്യണത്. കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട് ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്കും. ഇനി ലൈനിങ്ങിന് വേണ്ട തുണി എടുക്കുക. ഇത് ഞാൻ 2 മീറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നാലേ നമുക്ക് ഇറക്കത്തിൽ കിട്ടുള്ളൂ.
ഇനി ഈ ഒരു ഫാബ്രിക് 4ആക്കി മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ജോർജറ്റ് ഫാബ്രിക് വയ്ക്കാം. മടങ്ങിയ ഭാഗത്തുനിന്ന് വേണം കേട്ടോ ഇങ്ങനെ വയ്ക്കേണ്ടത്. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി വീതി ഇരിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതുകൂടി ഇത്തിരി കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഫ്രില്ലായിട്ടാണ് വരണത്, ലൈനിങ്ങിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ആ ഫ്രില്ലിൻ്റെ മുകളിൽ വരെ ലൈനിങ് ഉണ്ടാവും. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ലൈനിങ് റെഡ് പീസിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ അതിൻ്റെ ലൈനിങ് ഈ തുണീൻ്റെ അടിയിലായിട്ട് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ ഈ ഫ്യൂസ് പേപ്പർ വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് ഈ ഫ്യൂസ് പേപ്പറിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തയ്ച്ച് പോവാൻ നെക്ക്. ഞാൻ ഇവിടെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് റോങ് സൈഡിൽ വേണം ഇടേണ്ടത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഫാബ്രിക്കിന് ഇതുപോലെ നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടണത്. ഇനി ബാക്ക് സൈഡാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ തന്നെ വയ്ക്കാം. ഇവിടെ ഞാൻ വേറെ വയ്ക്കണില്ല, ഇതിന് മുകളിൽ കൂടെ തന്നെ നമ്മൾ അടിച്ചു പോവാണ്. അപ്പോൾ ഇതിൽ വയ്ക്കുമ്പോൾ ജോർജറ്റിൻ്റെ നല്ല വശത്ത് ലൈനിങ് പീസ് വയ്ക്കാം. ഇതുപോലെ മറിച്ചിടാണ്. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുക. രണ്ടിൻ്റെയും എൻഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും. അപ്പോൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് തയ്ക്കാൻ. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരു ജാക്കറ്റ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ഇനി സ്ലീവിൻ്റെ അവിടെ ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ക്രോസ് പീസ് തുണി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചാണ് എൻ്റെ വീതി വരണത്. ഇനി ഇതിൻ്റെ നല്ല വശത്തായിട്ട് ഈ പൈപ്പിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് പോലെ. എന്നിട്ട് ഇതിനിതുപോലെ മറിച്ചിട്ടിട്ട് ചെറിയ പൈപ്പിംഗ് പോലെ കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ മറ്റേ സ്ലീവിലും പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പൈപ്പിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റോങ് സൈഡിൽ ഇട്ടിട്ട് ഈ രണ്ട് ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് അളവൊക്കെ എടുത്തിട്ട് ഇതുപോലെ നിവർത്തി റോങ് സൈഡിൽ വേണം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്രേപ്പ് ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ വേസ്റ്റ് വരെ തയ്ച്ചിട്ട് ബാക്കി അതിൻ്റെ അകത്തുനിന്ന് ക്രേപ്പ് ഫാബ്രിക് വേറെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴെ നമ്മൾ ഇതുപോലെ ഫ്രില്ല് വയ്ക്കാനുള്ള തുണി എടുക്കുകയാണ്. ഇത്ര തുണിയാണ് നമുക്ക് ഫ്രില്ല് വയ്ക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 41 ഇഞ്ചാണ് വരുന്നത്. ഇനി ബാക്കി നമ്മൾ ഈ തുണിയിൽ നിന്ന് ഫ്രില്ലിന് വേണ്ടി എടുക്കാം. ഇതിൽ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി തുണി ഇത്രയും കിട്ടുന്നുണ്ട്. ഈ തുണീനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇനി ഇതുപോലെ ഒരു മടക്കുകൊണ്ട് മടക്കാം. ഇനി നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അതാണ് ഇനി നമ്മൾ ഫ്രില്ലിന് വേണ്ടി മാർക്ക് ചെയ്യണത്. ഇവിടെ 8.5 ഇഞ്ച് വരുന്നുണ്ട് ടോട്ടൽ ഇതിൻ്റെ വീതി. ഈ ഭാഗം ഇവിടെയാണ് വരുന്നത്. അപ്പം ഇത്ര തന്നെയാണ് ഞാൻ ഫ്രില്ല് വയ്ക്കണത്. അപ്പോൾ ആ ഫുൾ തുണിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി കട്ട് ചെയ്യേണ്ട 8.5 ഇഞ്ചിൽ തന്നെ ഞാൻ എടുക്കണം. അപ്പം ഇനി താഴെ മടക്കി തയ്ക്കാനും മുകളിൽ അത് അറ്റാച്ച് ചെയ്യാനും ഒരു 1/2 ഇഞ്ച് വേണ്ടി വരും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഈ താഴത്തെ ഭാഗം തേര് വശമാണ്, അപ്പോൾ നമുക്കത് അടിക്കേണ്ട ആവശ്യമില്ല.
ഇനി രണ്ട് പീസും ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നല്ല വശം വെച്ചിട്ട് രണ്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ താഴ്ഭാഗം നമ്മൾ ഇത്ര മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ മുകളിലായിട്ട് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതുപോലെ സിക്സാഗാണ് ഞാൻ അടിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ടോപ്പിൻ്റെ ഈ ഭാഗം എടുക്കാം. ലൈനിങ്ങിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ബാക്കി ആ മുകളിലത്തെ ഫാബ്രിക്കിൻ്റെ നല്ല വശം എടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഈ ഫ്രില്ല് ഇതുപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് തയ്ക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിന് മുകളിൽ മാത്രമായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ലൈനിങ് ഭാഗം മാറ്റിയിട്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ രണ്ടിൻ്റെയും നല്ല വശം വെച്ചിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അടിച്ചു കൊടുത്താലും മതിയോ. അപ്പോൾ ആ ലൈനിങ് പീസിന് സ്റ്റിച്ച് ചെയ്യാണ്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇച്ചിരി കൂടി നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത്, ഫ്രില്ലിൻ്റെ അളവെന്ന് പറയുന്നത്, ഈ ടോപ്പിൻ്റെ വീതി എത്രയാണ് കിട്ടണേ അത്ര വീതി വേണം നമ്മൾ ഫ്രില്ലിന് എടുക്കേണ്ടത്. അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ ചുറ്റും അളന്ന് നോക്കുക. അതിൻ്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ആയിരിക്കും ഫ്രില്ലിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടി വരാം. ഇവിടെ ഫുള്ളും ഞാൻ ഇതുപോലെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ഫ്രില്ലിൻ്റെ ഭാഗം വരുന്നത്. താഴ്ഭാഗം നമ്മൾ മടക്കി അല്ലെങ്കിൽ സിക്സാഗ് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം റോങ് സൈഡിൽ വരണം. നമ്മൾ ആ രണ്ട് പീസ് ജോയിൻ ചെയ്തല്ലോ, ആ ഭാഗമാണ് ഈ പീ കാണുന്നത്. ഇനിയിപ്പോൾ ലൈനിങ് പീസ് അതിന് കറക്റ്റ് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ വീതി എത്രയാണെന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ എൻഡ് വരെ ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. അപ്പോൾ 26 ഇഞ്ചാണ് അതിൻ്റെ വീതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ഇരട്ടിയോ 3 ഇരട്ടിയോ നമ്മൾ തുണി എടുക്കണം, എന്നാലേ നമുക്ക് ഇത്ര ചുരുക്ക് കിട്ടുള്ളൂ. ഇതുപോലെയാണ് ഈ ഒരു ടോപ്പിൻ്റെ ഫിനിഷിങ് വരണത്. ഇനി ഇതിന് ഉള്ളിലിടാനുള്ള ജാക്കറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ഇതുപോലത്തെ ജോർജറ്റ് ഡോബി പ്രിൻ്റുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലീവ് ഇതുപോലെ 3/4 ആണ് വന്നിരിക്കുന്നത്. ഈ ജാക്കറ്റിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജാക്കറ്റ് വരണത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.